നമസ്തേ. ഇന്ന് സിവിൽ സർവീസ് പരീക്ഷയെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ഉദ്ദേശം. ഒരു തരത്തിലുള്ള ഒരു മാർഗനിർദ്ദേശം എന്നും വേണമെങ്കിൽ പറയാം. സിവിൽ സർവീസ് പരീക്ഷയുടെ ഘടനയെക്കുറിച്ചും സിവിൽ സർവീസ് വിഭാവന ചെയ്യുന്ന വിവിധ സർവീസുകളെക്കുറിച്ചും പരീക്ഷ നേരിടേണ്ട രീതിയെക്കുറിച്ചും തയ്യാറാകേണ്ട വിധത്തെക്കുറിച്ചും പഠനത്തിന് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുക. വിഷയം ഒന്ന് തുടങ്ങി വെക്കുക മാത്രമാണ് ചെയ്തത്. ഒരു 10ഓളം വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തെങ്കിലേ ഈ വിഷയം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. ഇപ്പം നമുക്കെല്ലാം ഈ വർഷത്തെ റിസൾട്ട് വന്നപ്പോൾ, സിവിൽ സർവീസ് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോഴേ ഒരു ചെറിയ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം 1000 പേരുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ 19 മലയാളികൾ ഉൾപ്പെട്ടിരിക്കുന്നു. അടുത്ത കാലത്തെങ്ങും ഇത്ര നല്ല റിസൾട്ട് വന്നിട്ടില്ല. അത് കാണിക്കുന്നത് എന്താ? നമ്മുടെ കുട്ടികളുടെ ഇടയിൽ സിവിൽ സർവീസിനോട് താല്പര്യം കൂടിയിരിക്കുന്നു. ഒരു യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നു. നാട്ടിൽ നല്ല ഉദ്യോഗം വേണം. നാട്ടിലൊരു ക്ലാസ് 1 ഓഫീസറാണോ? ഇനി നമുക്ക് വിദേശത്തേക്ക് പോയിട്ട് വലിയ കാര്യമില്ല എന്നവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അമേരിക്കൻ സ്വപ്നമോ കാനഡ സ്വപ്നമോ ഒന്നും അവരെ ഇപ്പം വാഴുന്നില്ല. ഈ നാട്ടിലെങ്കിലും നല്ലൊരു ജോലി സമ്പാദിക്കാം. അപ്പം അങ്ങനൊരു ആഗ്രഹം നമ്മുടെ കുട്ടികൾക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇത്ര നല്ലൊരു റിസൾട്ട് കേരളത്തിലെ കുട്ടികൾക്ക് ലഭിച്ചത്. ഈ 1000 കുട്ടികളിൽ 100 പേർക്കും 100 റാങ്കിൽ താഴെ 6 പേരുണ്ട്. 6 പേർക്ക് 100 റാങ്കിൽ താഴെയുണ്ട്. 100 റാങ്കുള്ളവരും ഉണ്ട്. അപ്പോൾ മെച്ചപ്പെട്ട രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ. എനിക്ക് ആദ്യമായി പറയാനുള്ളത്, നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചൊരു ധാരണ. ലക്ഷ്യത്തോട് നമ്മൾ ആദ്യം ലക്ഷ്യത്തിൻ്റെ അടുക്കിലേക്കൊന്ന് നടന്നു തുടങ്ങണോ, നീക്കം ആവശ്യമാണ്. അപ്പോഴെന്താ സംഭവിക്കും? നമ്മൾ അങ്ങോട്ടേക്ക് എന്ത് സംഭവിക്കും? അതിൻ്റെ ഇരട്ടി സ്പീഡിൽ ലക്ഷ്യം നമ്മുടെ അടുത്തിലേക്ക് വരും. അതൊരു സൈക്കോളജിക്കൽ ഫാക്റ്റാണ്. നമ്മൾ ഉത്കടമായി എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ലക്ഷ്യം നമ്മുടെ അടുക്കിലേക്ക് നമ്മുടെ നടത്തത്തേക്കാൾ വേഗത്തിൽ നടന്നു വരും. ആകെക്കൂടെ നമുക്ക് വേണ്ടത് ഒരു അംബീഷനാണ്. കുട്ടികൾക്കൊരു അംബീഷൻ വേണം. ഡിസയർ വളരെ പ്രധാനമാണ്. ഡിസയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സെറ്റിംഗ് ദ ഗോൾ ഫസ്റ്റ്, then moving towards it, and then nurture a kind of strong ambition. നല്ല ആഗ്രഹങ്ങളുള്ള ആളുകൾക്ക് അത് നേടാൻ കഴിയും. ശക്തമായിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ കാൽവെപ്പ് നമുക്ക് നടത്തണം. ഒരു കാൽ വെച്ചാൽ മതി, 1000 കാൽവെപ്പുകൾ തുടർന്ന് വരും. പക്ഷേ ഒരു കാൽവെപ്പ് ഇല്ലെങ്കിലോ, ഒരു സ്റ്റെപ്പ് ഇല്ലെങ്കിലോ ഒന്നുമില്ല. ഒരു സ്റ്റെപ്പ് വെച്ചെങ്കിൽ 1000 സ്റ്റെപ്പ് വെക്കാൻ പറ്റൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ടാർഗറ്റ്, നമ്മുടെ ഗോളൊന്ന് ഫിക്സ് ചെയ്യണം. അതിലേക്കൊന്ന് അടുക്കാൻ തുടങ്ങണം.
അപ്പോൾ അത് ഇങ്ങോട്ടെടുക്കും. രണ്ടാമത് ശക്തമായ ആഗ്രഹമാണ്. അംബീഷൻ ഈസ് നോട്ട് എ സിൻ. പോസിറ്റീവ് സെൻസിൽ അംബീഷൻ സിന്നല്ല. അംബീഷൻ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഘടകമായിട്ട് മാറണം. നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള അംബീഷൻ നല്ലതാണ്. മാക്ബത്തിന്റെ അംബീഷൻ ആകരുത്. ഷേക്സ്പിയറിന്റെ ദുരന്ത നായകൻ മാക്ബത്തിന്റെ അംബീഷൻ പോലെ അംബീഷൻ ആകരുത്. അല്ലെ റെഡി മാക്ബത്തിന്റെ അംബീഷൻ പോലെ അംബീഷൻ ആകരുത്. പോസിറ്റീവായി അംബീഷൻ മാറണം. സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അതിന് 3 ഘട്ടങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. ഒരു പരീക്ഷയല്ലത്, 3 ഘട്ടങ്ങളുണ്ട്. ഏതാണ്ട് 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. 1 കൊല്ലം നീണ്ടിരിക്കുന്ന പരീക്ഷ ഏതുണ്ട്? സിവിൽ സർവീസ് പരീക്ഷയല്ലാതെ ഏതുണ്ട്? ഒന്നാമത്തെ ഘട്ടം പ്രിലിംസ് ആണ്. പ്രിലിമിനറിയാണ് ആദ്യത്തെ ഘട്ടം. അതിലൊരു ഫിൽട്ടറിങ്. പിന്നെ നമ്മുടെ മുമ്പിൽ വരുന്നത് മെയിനാണ്. മെയിൻ പരീക്ഷയാണ്. 3ാമത്തെ ഘട്ടമാണ് ഇൻ്റർവ്യൂ. ഈ 3 കടമ്പകൾ കടന്ന് കയറിയാൽ രക്ഷപ്പെട്ടു. പക്ഷെ അതിനൊരു കമ്മിറ്റ്മെന്റ് വേണം. കമ്മിറ്റ്മെന്റോടുകൂടി വർക്ക് ചെയ്താൽ കിട്ടാത്തൊന്നുമില്ല. ഇതിലേറ്റവും പ്രധാനം ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്ക് വളരെ പ്രധാനമാണ്. അപ്പോൾ പ്രിലിമിനറി, മെയിൻ, ഇൻ്റർവ്യൂ, ഈ 3 ഘട്ടങ്ങളിലായി ഏതാണ്ട് 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണം. 1 കൊല്ലത്തെ പരീക്ഷ എന്നൊക്കെ പറഞ്ഞാലേ നമുക്ക് 4-5 ദിവസത്തെ പരീക്ഷ ഒന്നാലും താങ്ങാൻ പറ്റുന്നില്ല. ഒരാഴ്ചയാണെങ്കിലും 2 ഒക്കെ എത്ര ബുദ്ധിമുട്ടാണ് നമ്മുടെ കുട്ടികൾ സഹിക്കുന്നത്. 1 മാസമാണെങ്കിലോ എന്തെല്ലാം ബുദ്ധിമുട്ടാണ് അവർക്ക് സഹിക്കുന്നത്. ഇതല്ല, 1 കൊല്ലത്തെ പരീക്ഷയാണ്. മറ്റൊന്ന് പ്രിലിമിനറി പരീക്ഷയിലെ ഓരോ ചോദ്യവും ചിന്താശേഷി പരീക്ഷിക്കുന്നതാണ്. അതാദ്യം മനസ്സിലാക്കണം. റോഡ് ലേണിംഗ് കൊണ്ട് പറ്റില്ല. റോഡ് ലേണിംഗ് കൊണ്ട് നിങ്ങൾക്ക് സിവിൽ സർവീസ് ചെയ്യിക്കാൻ പറ്റില്ല. നമ്മുടെ ലേണിങ്ങിൻ്റെ ദോഷം എന്താ? നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ദോഷം എന്താ? റോഡ് ലേണിംഗ് ആണ്. തത്ത പറയുന്ന പോലെ പറയുന്നേ, കാണാപ്പാട് പഠിപ്പിക്കുന്നേ, കാണാപ്പാടം കൊണ്ട് ശ്രദ്ധിച്ചു നോക്കുന്നേ. ഈ പരീക്ഷയിൽ ആ പണി നടക്കില്ല. സിവിൽ സർവീസ് പരീക്ഷയിലെ ഓരോ ചോദ്യവും നമ്മുടെ തിങ്കിങ് സ്കില്ലിനെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ചിന്താശേഷിയെ പരിശോധിക്കുന്നതാണ്. ആ ചോദ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഒരു ചോദ്യത്തിൽ തന്നെ 3-4 ചോദ്യങ്ങളുണ്ടാകും. ക്വിസ് കോമ്പറ്റീഷൻ അല്ല. ദിസ് ഈസ് നോട്ട് ക്വിസ് കോമ്പറ്റീഷൻ. തള്ളി ധരിച്ച ജനറൽ നോളജ് പോലെ ക്വിസ് കോമ്പറ്റീഷൻ്റെ ജനറൽ നോളജ് പോലെയാണ്. അല്ലിത് അങ്ങനല്ല. ഒരു ചോദ്യത്തിൽ തന്നെ 3-4 ചോദ്യങ്ങളുണ്ടാകും. അതെല്ലാം മനസ്സിലാക്കാനുള്ള ഉണ്ടാകണം. ചിന്താശേഷി വേണമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രത്യേകതയാണ്. ഒരു ചോദ്യത്തിൽ തന്നെ 3-4 ചോദ്യങ്ങൾ. നിങ്ങൾ വലിയ പണ്ഡിതനൊന്നും ആകണമെന്നില്ല. സൂര്യന് കീഴിലുള്ള എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്കൊരു ഫസ്റ്റ് റേറ്റ് നോളജ് ഉണ്ടാകണമെന്നൊന്നും സിവിൽ സർവീസ് പരീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. UPSC ആണ് നടത്തുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന് മാത്രമേ ഇത് നടത്താൻ അധികാരമുള്ളൂ. ഈ പരീക്ഷ, സിവിൽ സർവീസ് പരീക്ഷ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മാത്രം അധികാരം ബന്ധപ്പെടുന്നതാണ്. UPSC ഒരിക്കലും നിങ്ങളൊരു പണ്ഡിതനാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ നോളജ് ഫസ്റ്റ് റേറ്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു ഉന്നതമായ പാണ്ഡിത്യമുണ്ടോ എന്നുള്ളതല്ല ഇവിടെ നോക്കുന്നത്. നിങ്ങളുടെ ഭാഷാ മേന്മയല്ല ഇവിടെ നോക്കുന്നത്. നിങ്ങളുടെ ആലങ്കാരിക പ്രയോഗങ്ങളല്ല സിവിൽ സർവീസിൽ വേണ്ടത്. കാവ്യാത്മകമായ ശൈലിയുമല്ല. പിന്നെന്താണ് വേണ്ടത്? സിവിൽ സർവീസ് വേണ്ട എന്താ? കാമ്പും കഴമ്പും ഉള്ള ഉത്തരവ് വേണ്ട. You have to be to the point. You have to be to the point. നിങ്ങൾ എന്തെഴുതി വെച്ചാലും പോയിന്റിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ ആ പേജുകളോളം എഴുതുന്ന കാര്യങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല.
അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ഉത്തരങ്ങളിൽ സബ്സ്റ്റൻസ് ഉണ്ടാകണം. കാമ്പും കഴമ്പുമുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതാവൂ. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് വാക്കുകളിൽ കാണിക്കേണ്ട ഒരു മിതത്വമുണ്ട്. വാക്കുകളിൽ മിതത്വം കാണിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, 100 വാക്കുകൾ കൊണ്ട് പറയേണ്ട ഒരു കാര്യം നിങ്ങൾ 30 വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ അത് സിവിൽ സർവീസ് ശൈലിയാണ്. അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം അതാണ്, വാക്കുകളിൽ കാണിക്കുന്ന ഇക്കോണമി ഓഫ് വേർഡ്സ്. വാക്കുകളിൽ ഒരു മിതത്വം ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നിങ്ങളുടെ ആലങ്കാരിക പ്രയോഗങ്ങളോ കാവ്യാത്മക ശൈലിയോ ഒന്നും ഇവിടെ റെലവൻ്റായ കാര്യമല്ല. മറിച്ച് കാര്യത്തിലാണ് കാര്യം. കാര്യത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യമാണ് പ്രധാനം. ആശയസമ്പന്നമായിരിക്കണം നിങ്ങളുടെ ഉത്തരങ്ങൾ. അത് കാച്ചി കുറുക്കി പറയാൻ പഠിക്കണം. കാച്ചി കുറുക്കി പറയാൻ കഴിയണം എന്ന് പറഞ്ഞാൽ ഒരു ബേക്കോണിയൻ സ്റ്റൈൽ, ഫ്രാൻസിസ് ബേക്കൻ്റെ ഒരു സ്റ്റൈലുണ്ട്, എപ്പിതി ഷോർട്ട് സെന്റൻസ്. നീട്ടി പറയുന്ന സെന്റൻസ് അല്ല അദ്ദേഹത്തിൻ്റെ, വളരെ ചെറിയ സെന്റൻസ് ആണ്, പക്ഷെ ഫുൾ ഓഫ് മീനിങ്. ഷോർട്ട് പിതി സെന്റൻസസ് ആയിരിക്കണം. ഒരു ബേക്കോണിയൻ സ്റ്റൈൽ. ഒരിക്കൽ പറഞ്ഞാൽ brevity is the soul of your expression. സംക്ഷിപ്തതയാണ് നിങ്ങളുടെ ആശയ ആവിഷ്കാരത്തിൻ്റെ ആത്മാവെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ സിവിൽ സർവീസ് സ്റ്റുഡൻ്റ് ആണോ? ആണെങ്കിൽ എഴുതുന്നതിന് മുമ്പേ മനസ്സിലാക്കുക, സംക്ഷിപ്തമായി എഴുതാൻ കഴിയണം. ബ്രെവിറ്റി വേണം, ബ്രീഫ് ആയിരിക്കണം. ബ്രെവിറ്റി ഈസ് ദ സോൾ ഓഫ് യുവർ എക്സ്പ്രഷൻ. ആശയത്തിൻ്റെ ആവിഷ്കാരം എത്ര കുറഞ്ഞ വാക്കുകളിൽ പറയാമോ അത്രയും കുറഞ്ഞ വാക്കുകളിൽ ആശയസമ്പന്നമായി പ്രയോഗിക്കാൻ പറ്റുക. ഇതിനെയാണ് ശരിയായ പരിശീലനം വേണമെന്ന് പറയുന്നത്. ചുമ്മാ അത് എവിടെയെങ്കിലും പോയി പഠിച്ചാൽ സിവിൽ സർവീസ് പരീക്ഷയാകത്തില്ല. ആരെങ്കിലും പഠിപ്പിച്ചാലും സിവിൽ സർവീസ് പരീക്ഷയാകത്തില്ല. നല്ല സിസ്റ്റമാറ്റിക്കായ പരിശീലനം നിങ്ങൾക്ക് വേണം ആദ്യഘട്ടങ്ങളിൽ. എൻ്റെ അഭിപ്രായം ഇത് സ്കൂളിൽ വെച്ച് ആരംഭിക്കണം. സ്കൂൾ ലെവലിൽ ആരംഭിക്കണം. എന്താ ബീഹാറിൽ നിന്നൊക്കെ ധാരാളം കുട്ടികൾ സിവിൽ സർവീസിൽ കടന്നുകൂടുന്നത്. എത്രയോ ബാക്ക്വേർഡായ സ്റ്റേറ്റാണ് ബീഹാർ. നമ്മുടെ കേരളമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാക്ക്വേർഡ് അല്ലേ? ആ ബാക്ക്വേർഡ് സ്റ്റേറ്റിൽ നിന്ന് എത്ര കുട്ടികളാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ കടന്നുകൂടുന്നത്? മറ്റൊന്നും കൊണ്ടല്ല, അവിടെ ചില സ്കൂളുകളുണ്ട്. അവിടെ എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ ഒന്നുമല്ല പ്രാധാന്യം കൊടുക്കുന്ന ചില സ്കൂളുകൾ വിരൽ എണ്ണാൻ കഴിയുന്ന ഒരു 4-5 സ്കൂളേ ഉള്ളൂ. അവരെ 6ാം ക്ലാസ് മുതൽ കുട്ടികളെ നോട്ട് ഔട്ട് ചെയ്യുകയാണ്. 6th മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ NCERT സിലബസ് സബ്ജക്റ്റ് കവർ ചെയ്താൽ ഏതാണ്ട് സിവിൽ സർവീസിൻ്റെ പകുതി ജോലി കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾ ഭംഗിയായിട്ട് അവർക്ക് ലഭിച്ച സിലബി പഠിക്കണം. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT സിലബസ്. ഇങ്ങനെ പഴയ ടെക്സ്റ്റ് ബുക്കിലൊന്നും കളയരുത് കേട്ടോ. NCERTയുടെ പഴയ പുസ്തകങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പഴയ പുസ്തകങ്ങൾ അതൊന്നും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. NCERTയുടെ സിലബസാണ് നിങ്ങൾക്ക് എല്ലാം ഉള്ളത്. CBSEയിലായാലും ശരി, ICSEയിലായാലും ശരി, കേരളയിലായാലും ശരി, NCERT സിലബസിൽ ചോടുപിടിച്ചുള്ള സിലബസാണ് വരുന്നത് മുഴുവൻ. അതുകൊണ്ട് NCERT സിലബിയുടെ 6 മുതൽ 12 വരെയുള്ള എല്ലാ പുസ്തകങ്ങളും ഭംഗിയായി റെഫർ ചെയ്യണം. സിസ്റ്റമാറ്റിക്കായിട്ട് അതിൻ്റെ ആൻസറൊക്കെ പഠിക്കണം. അപ്പോൾ സ്കൂൾ പഠനകാലത്ത് തന്നെ ഇത് ആരംഭിക്കാം. ഞാൻ മനസ്സിലാക്കിയ ചില സ്കൂളുകളിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇതിനു വേണ്ടി മാറ്റിവെക്കുകയാണ്. പലയിടത്തും ശനിയാഴ്ചയാണ് ഇതിന് മാറ്റിവെക്കുന്നത്. 5 മണിക്കൂർ
പകൽ 5 മണിക്കൂർ പഠിപ്പിക്കുക. വെറും പഠിപ്പിക്കലല്ല, അവിടെ എക്സ്പേർട്സിന് ടോക്ക് ഉണ്ടാകും. മിടുക്കരായ സിവിൽ സർവൻസിനെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കും. അവരെ പരിചയപ്പെടും. അവരുടെ വാക്കുകൾ കേൾക്കും. അവരിൽ നിന്ന് ഇൻസ്പിറേഷൻ ഒത്തിരി ഉണ്ട്. ഒത്തിരി ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന സിവിൽ സർവൻസ് നമുക്കുണ്ട്. ഇതൊക്കെ ചെറുപ്പകാലം മുതൽ തന്നെ അതിനൊരു എക്സ്പോഷർ കിട്ടണം. സിവിൽ സർവീസിൻ്റെ എക്സ്പോഷർ അത് പരീക്ഷയ്ക്കല്ല. നിങ്ങളിപ്പോഴും പരീക്ഷ എഴുതുന്നില്ലല്ലോ. അതുകൊണ്ട് പഠനകാലത്ത് തന്നെ, സ്കൂൾ പഠനകാലത്ത് തന്നെ സിവിൽ സർവീസ് ലക്ഷ്യമാക്കിയുള്ള ചില അഭ്യസനങ്ങൾ ആവശ്യമാണ്. അതുപോലെ ഒരു സ്ട്രാറ്റജി ഉണ്ടാകണം. പുതിയ കാലത്തെ പുതിയ സ്ട്രാറ്റജിയാണ് വേണ്ടത്. പണ്ടൊക്കെ എങ്ങനെയാ, ഞങ്ങളുടെയൊക്കെ കാലത്തെ ഒരു മുറിയിൽ അടച്ചിട്ടിരുന്നങ്ങ് പഠിക്കും, അല്ലെങ്കിൽ ഒരു പറങ്കാവിൻ്റെ ചുവട്ടിൽ പോയിരുന്ന് പഠിക്കും, അല്ല എന്നാൽ തണലുള്ള ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്ന് പഠിക്കും. അങ്ങനൊന്നും അല്ല ഇപ്പോഴേ. ഇപ്പം അത് ഗ്രൂപ്പ് ഡിസ്കഷൻ, അത് വളരെ പ്രധാനമാണ്. നോളജ് ഷെയർ ചെയ്യാൻ കഴിയാമോ? ഗ്രൂപ്പ് ഡിസ്കഷൻ വളരെ പ്രധാനമാണ്. ഒരു വലിയ സ്ട്രാറ്റജിയാണത്. അതുപോലെ തന്നെ ദേശീയ തലത്തിലുള്ള മാസികകൾ വായിക്കണം. ഇത്ര നല്ല മാസികകൾ നമുക്കുണ്ട്. ഞാൻ അതിനൊന്നും പേരിപ്പം പറയാൻ പോകുന്നില്ല. ഞാൻ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ഇതെല്ലാം പറയാം. ദേശീയ തലത്തിലുള്ള മാസികകൾ വായിക്കണം. നാഷണൽ ഡെയിലീസ് വായിക്കണം. ദേശീയ പത്രങ്ങൾ വായിക്കണം. ദിവസം പത്രങ്ങൾ വായിക്കണം. എനിക്കൊരു ലൈബ്രറി പിന്നെ വീട്ടിലുണ്ട്. അവിടെ ഞങ്ങളുടെ ഒരു സാറ് മെയിൻ പത്രങ്ങളെല്ലാം രാവിലെ ഡിജിറ്റലായി വായിക്കാൻ സൗകര്യം ഒരുക്കുന്നുണ്ട്. ഡിജിറ്റലായിട്ട് എല്ലാം മിക്കവാറും പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ വായിക്കുന്ന വീട്ടിലുണ്ട്. അവൻ മെയിൻ പത്രങ്ങൾ വായിക്കണം. ഉദാഹരണം ദ ഹിന്ദു പത്രം വായിക്കണം. അതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പലപ്പോഴും കവർ ചെയ്യും. അപ്പോൾ ദേശീയ പത്രങ്ങളെല്ലാം വായിക്കണം. ആ പത്രങ്ങളിൽ വരുന്ന ശാസ്ത്ര സാങ്കേതിക വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കണം. പരിസ്ഥിതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പത്രങ്ങളിൽ വരും. ശ്രദ്ധാപൂർവം അതിലേക്ക് ക്ലിപ്പിങ്സ് എടുത്ത് വെക്കണം. ക്ലൈമറ്റിനെ കുറിച്ചുള്ള വാർത്തകൾ വരും. അതിൻ്റെ ക്ലിപ്പിങ്സ് എടുത്ത് വെക്കണം. സാംസ്കാരിക വാർത്തകൾ വരും. അതെല്ലാം ഈ സൺഡേ സപ്ലിമെന്റിൽ നമുക്ക് കാണും. അതുകൊണ്ട് പത്രങ്ങളുടെ ക്ലിപ്പിങ്സ് എടുക്കാൻ കഴിയണം. പ്രധാന ദേശീയ പത്രങ്ങളുടെ ക്ലിപ്പിങ്സ് എടുത്ത് അത് വരിയോ ആൽബം ആക്കുകയോ ഒക്കെ ചെയ്ത് കൂടെ റെഫർ ചെയ്താൽ ഏതാണ്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സിവിൽ സർവീസ് പരീക്ഷയുടെ തലേന്ന് കിടന്ന് ഓടേണ്ട കാര്യമില്ല. ഒരു വർഷം മുമ്പേ കിടന്ന് പരക്കം പായേണ്ട കാര്യമില്ല. ഇപ്പോഴേ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ റെഫറൻസായിട്ട് ഉപയോഗിക്കാൻ കഴിയണം. എന്നെന്താ പറഞ്ഞത്? പത്രങ്ങൾ വായിക്കണം. നാഷണൽ ഡെയിലീസ് വായിക്കണം. റീഡിംഗ് മാഗസിൻസ് വായിക്കണം. സാംസ്കാരിക വാർത്തകൾ പത്രങ്ങളിൽ വരുമ്പോൾ അത് റെഫറൻസായിട്ട് ഉപയോഗിക്കണം. കാലാവസ്ഥയെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരും, റെഫറൻസ് വാർത്തകൾ വരുമ്പോൾ അത് റെഫറൻസായിട്ട് ഉപയോഗിക്കണം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പത്രത്തിലൂടെയുണ്ട്. ബിക്കോസ് എ ന്യൂസ് പേപ്പർ ഈസ് എ വിൻഡോ ഓൺ ദ വേൾഡ്. ലോകത്തെ കാണാനുള്ള വാതായനമാണ് ന്യൂസ് പേപ്പർ. എൻ്റെ പത്രവായന ഒരു പ്രധാനപ്പെട്ട ശീലമായിട്ട് നിങ്ങൾ പാടാം. ഈ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ മാത്രമേ നടത്തുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധാപൂർവ്വം ഫോളോ ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നു.